വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള 10 നാച്ചുറൽ റെമഡീസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ കളർ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വെൽക്കം ടു മൈ ചാനൽ ദ ബ്യൂട്ടി ബീസ്റ്റ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 10 നാച്ചുറൽ ഫേസ് പാക്കാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. സ്കിന്നിലുണ്ടാകുന്ന കറുത്ത പാടുകൾ അല്ലെങ്കിൽ പിമ്പിൾസ് കൊണ്ടുണ്ടാകുന്ന മാർക്ക്, പിന്നെ എന്തെങ്കിലും സൺബേൺ, സൺ ടാൻ ഒക്കെ മാറിയിട്ട് സ്കിന്ന് ഒന്ന് ബ്രൈറ്റ് ആക്കാൻ പറ്റിയ കുറച്ച് ഫേസ് പാക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ആദ്യത്തേത് ടെർമറിക്കും ലെമണും വെച്ചിട്ടുള്ള ഫേസ് പാക്കാണ്. ലെമൺ ജ്യൂസ്, ഹണി ആൻഡ് ടെർമറിക് പൗഡർ, ഈ മൂന്നും 1:1:1. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹണി ഉപയോഗിക്കുമ്പോഴും ടെർമറിക് പൗഡർ ആണെങ്കിൽ അത് പ്യൂർ ആയിട്ടുള്ള ഓർഗാനിക് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യുക കേട്ടോ, നല്ല തണുത്ത വെള്ളത്തിൽ. അത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം, നിർബന്ധമാണ്. മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം നിങ്ങൾ ഇതെപ്പോഴും വൈകിട്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വൈകിട്ട് ടൈമിൽ അപ്ലൈ ചെയ്യേണ്ടതാണ് നല്ലത്. ചൂടുള്ള സമയത്ത് അപ്ലൈ ചെയ്യേണ്ട കേട്ടോ. പിറ്റേ ദിവസം പുറത്ത് പോകുമ്പോൾ ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ ഈ പറയുന്ന പാക്കിൻ്റെ കൂടെ എപ്പോഴും നിങ്ങൾ പിറ്റേ ദിവസം പോകുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. ഇത് ഞാൻ മോർണിംഗ് അല്ല കേട്ടോ, ഞാൻ പറയുന്ന ഫേസ് പാക്ക് എല്ലാം ഈവനിങ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്ക്. പാക്ക് നമ്പർ 2, കുക്കുംബർ ആൻഡ് യോഗട്ട്. യോഗട്ട് അല്ലെങ്കിൽ കട്ട തൈര് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇത് രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതം. കുക്കുംബർ ജ്യൂസ് വേണം കേട്ടോ, അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയാലും മതി, ജ്യൂസ് ആയിരിക്കും ബെറ്റർ കേട്ടോ. അതും 1 ടേബിൾ സ്പൂൺ യോഗട്ട് അല്ലെങ്കിൽ കട്ട തൈര് നന്നായിട്ട് മിക്സ് ചെയ്ത് 20 മിനിറ്റ്സ് വയ്ക്കുക, വാഷ് ചെയ്യുക, നല്ല മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. പിറ്റേ ദിവസം സൺസ്ക്രീൻ ഫേസ് പാക്ക്. ഹണി ആൻഡ് പപ്പായ. യെസ്, ഇത് രണ്ടും ഒരുപാട് ബെനിഫിറ്റ്സ് സ്കിന്നിൽ തരുന്നത്, നമ്മൾ കഴിക്കുമ്പോഴും നല്ല ബെനിഫിറ്റ്സ് തരുന്നതാണ്. ടേബിൾ സ്പൂൺ പപ്പായയുടെ പേസ്റ്റ് അല്ലെങ്കിൽ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ ഹണി, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക, 20 മിനിറ്റ്സ് വയ്ക്കുക, വാഷ് ചെയ്യുക, നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് ഡേ സൺസ്ക്രീൻ. യെസ്, അത് വീണ്ടും പറയണം, നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. 4, 1 ടേബിൾ സ്പൂൺ ബനാന, 1 ടേബിൾ സ്പൂൺ ഗ്രാം ഫ്ലോർ മീൻസ് കടലമാവ്, 1 ടേബിൾ സ്പൂൺ അലോവേര ജെൽ, പ്യൂർ അലോവേര ജെൽ ആയിരിക്കണം, 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ, 1 ടേബിൾ സ്പൂൺ ഹണി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ ഇതേപോലെ ഒരു 30 മിനിറ്റ്സ് വയ്ക്കുക. പിന്നെ ഈ ബനാനയൊക്കെ ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഗ്രാം ഫ്ലോർ ചേർക്കുന്നത് പെട്ടെന്ന് ഡ്രൈ ആവും, ഒരുപാട് അങ്ങനെ ഡ്രൈ ആവും. 30 മിനിറ്റ്സ് ഞാൻ ഒരു ടൈം പറഞ്ഞതാണ്. ഇത് ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ മുകളിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് ഡേ സൺസ്ക്രീൻ. നെക്സ്റ്റ് നമ്പർ 5, 1 ടേബിൾ സ്പൂൺ ഗ്രാം ഫ്ലോർ, 1 ടേബിൾ സ്പൂൺ യോഗട്ട് അല്ലെങ്കിൽ കട്ട തൈര്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക, ഒരു 15 മിനിറ്റ്സ് വെച്ചിട്ട്. അപ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുക, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. 6ാമത്തതാണ് മാഷ്ഡ് ബനാന, അതായത് ബനാന പൾപ്പ് ഉണ്ടല്ലോ, ഏത് ടൈപ്പ് ഓഫ് ബനാന ആയാലും കുഴപ്പമില്ല കേട്ടോ, ഏത് ടൈപ്പ് ആയാലും പഴുത്ത പഴം മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ ഹണി, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അതൊരു 15 to 20 മിനിറ്റ്സ് വയ്ക്കുക, നന്നായിട്ട് വാഷ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്യുക. 7ാമത്തതാണ് 1 ടേബിൾ സ്പൂൺ ഹണി, 1 ടേബിൾ സ്പൂൺ ഓട്സിൻ്റെ പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ പാല്. ഇത് 2-3 കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക, ഒരു 20 മിനിറ്റ്സ് വയ്ക്കുക, വാഷ് ചെയ്യുക, മോയ്സ്ചറൈസർ. നെക്സ്റ്റ് ഡേ സൺസ്ക്രീൻ. 8, 1 ടേബിൾ സ്പൂൺ പൊട്ടറ്റോ ജ്യൂസ് എടുക്കുക, 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ടാനൊക്കെ മാറാൻ ബെസ്റ്റാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട്, ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോ ആയാലും ജ്യൂസാണ് ബെറ്റർ. ഇത് രണ്ടും കൂടെ 1 ടേബിൾ സ്പൂൺ പൊട്ടറ്റോ ജ്യൂസ്, 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ഇത് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യുക കേട്ടോ. ഇത് ഡെയിലി അപ്ലൈ ചെയ്താൽ സൺ ടാനൊക്കെ മാറാൻ ബെസ്റ്റാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഡെയിലി പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇത് അപ്ലൈ ചെയ്താൽ ടാൻ നന്നായിട്ട് കുറയണ കാണാൻ പറ്റും കേട്ടോ. ഇത് നല്ല തണുത്ത വെള്ളത്തിൽ മുകളിൽ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. നെക്സ്റ്റ് ഫേസ് പാക്ക്. 1 ടേബിൾ സ്പൂൺ സാൻഡൽവുഡ് പൗഡർ അല്ലെങ്കിൽ പേസ്റ്റ്. എപ്പോഴും ഞാൻ പറയണത് സാൻഡലിൻ്റെ ഈ ചന്ദനത്തിൻ്റെ ഒരു പീസ് കിട്ടില്ലേ, അതിൻ്റെ ഒരു വുഡിൻ്റെ ഒരു പീസ് കിട്ടില്ല, അത് നന്നായിട്ട് അരച്ചിട്ട് ആ പേസ്റ്റ്
പ്യൂർ പേസ്റ്റ് എടുക്കണമായിരിക്കും കേട്ടോ നല്ലത്. എനിക്കിത് നല്ലോണം, എനിക്ക് ആക്ച്വലി ചിക്കൻ പോക്സിൻ്റെ പാടൊക്കെ ഫേസിൽ വന്നപ്പോൾ അതുവരെ മാറിയിട്ടുണ്ട് കേട്ടോ. ഒരു മാസം കൊണ്ട് നന്നായിട്ട് കളറും വെച്ചു, ആ പാടുകളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് മാറാൻ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ സാൻഡൽവുഡ് പേസ്റ്റ് എടുക്കുക, 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ, 1 ടേബിൾ സ്പൂൺ 1/2 ടേബിൾ, ആ ഒരു അതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ സാൻഡൽവുഡ് പേസ്റ്റ്, അതിനനുസരിച്ച് റോസ് വാട്ടർ ഇട്ടാൽ മതി. ഒരുപാട് അങ്ങോട്ട് ലിക്വിഡ് ഫോമിലാവണ്ട, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പേസ്റ്റ് ഫോമിലായിട്ട് അതൊന്ന് അപ്ലൈ ചെയ്യുക. എനിക്ക് തോന്നുന്നു ഒരു 10-12 മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും ഒന്ന് ഫേസിൽ നന്നായിട്ട് ഡ്രൈ ആവും തോന്നും കേട്ടോ. എന്നിട്ട് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. നല്ല കളർ കിട്ടി, എനിക്ക് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഗ്യാരണ്ടിയാണ് 100% ഈ ഒരു റോസ് വാട്ടറും സാൻഡൽവുഡ് പേസ്റ്റും പിന്നെ പൊട്ടറ്റോയുടെ ഈ ഒരു സാൻഡൽവുഡ് പേസ്റ്റും റോസ് വാട്ടറും. ഇതുപോലെ പെട്ടെന്ന് ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു മോയ്സ്ചറൈസർ ഞാൻ പറഞ്ഞ പോലെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും മോയ്സ്ചറൈസർ ഉപയോഗിക്കണം. അങ്ങനെ മോയ്സ്ചറൈസർ കറക്റ്റ് ഇതേപോലെ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ നിങ്ങളുടെ സ്കിന്ന് പൊട്ടൊന്നുമില്ല. റിസൾട്ട്. അപ്പോൾ നെക്സ്റ്റ് ഫേസ് പാക്ക് എന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ. റൈസ് പൗഡർ എപ്പോഴും നവര അരി ഉണ്ടല്ലോ, നവര അരിയുടെ റൈസ് പൗഡർ ഇട്ടാൽ മതി കേട്ടോ. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പാല്, പിന്നെ കുറച്ച് ഹണി 1 ടേബിൾ സ്പൂൺ. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഒരു 20 മിനിറ്റ്സ് വയ്ക്കുക, മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുക കേട്ടോ. ഇത് ആഴ്ചയിൽ 3 ദിവസമൊക്കെ മതി. നല്ലതാണ് കേട്ടോ, നല്ല ചേഞ്ച് ഉണ്ടാവും. ഫുൾ ബോഡി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. എന്നിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഫേസ് പാക്ക് എന്ന് വെച്ചാൽ ഫ്ലാക്സ് സീഡ്, ചിയാ സീഡ്, ഇത് രണ്ടും തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ. ഫ്ലാക്സ് സീഡ് നന്നായിട്ട് ഇത് രണ്ടും കൂടെ പേസ്റ്റ് ആക്കിയിട്ട് പിന്നെ അതിലേക്ക് റോ മിൽക്ക്, ചൂടാക്കാത്ത പാല്, അത് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. അത് നല്ലോണം നല്ല കട്ടിയായിട്ട് അപ്ലൈ ചെയ്യണം, ഡബിൾ ലെയറിൽ ഇട്ടോ കേട്ടോ. എന്നിട്ട് അതൊരു 20-30 മിനിറ്റ്സ് വെച്ചിട്ട് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുക. മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ. ഏത് ഫേസ് പാക്ക് എടുത്താലും ഇതെല്ലാം കൂടി നിങ്ങൾ ട്രൈ ചെയ്യേണ്ട കേട്ടോ. ഇതിൽ ഏതെങ്കിലും 1-2 എടുത്താൽ മതി. ആഴ്ചയിൽ 3 ദിവസം ഒരു ഫേസ് പാക്ക് ഉപയോഗിച്ചിട്ട് ബാക്കി 2 ദിവസം വേറെ, അങ്ങനെ ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അത് ഉപയോഗിക്കുക. ഇതെല്ലാം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസിലുള്ള കുറേ പാടുകളും അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കുഴികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കുറേ, എനിക്ക് വലിയ കുഴികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഫേസ് പാക്ക് എല്ലാം നല്ലതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇത് കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. ഒരു ദിവസം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച ഉപയോഗിച്ചിട്ട് പിന്നെ ഉപയോഗിക്കാണ്ട് റിസൾട്ട് ഇല്ല എന്ന് പറയരുത്. 1 മാസം മിനിമം ഉപയോഗിക്കുക കേട്ടോ, അപ്പം നല്ല റിസൾട്ട് കിട്ടും. പ്ലസ് 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം ഒരു ദിവസം. നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. ഫ്രൈഡ് ഫുഡ് ലിമിറ്റ് ചെയ്യുക, ഒഴിവാക്കാൻ പറ്റില്ല ലിമിറ്റ് ചെയ്യുക. മാക്സിമം ഒഴിവാക്കണം, നല്ലതാണ്. വല്ലപ്പോഴും കഴിക്കാം. പിന്നെ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ചീര, അങ്ങനത്തെ വിറ്റമിൻ എ ഒക്കെ ഉള്ള, വിറ്റമിൻ സി ഒക്കെ ഉള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നന്നായിട്ട് കഴിക്കാം. അപ്പോൾ നല്ല അടിപൊളി സ്കിൻ